ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125ൻ്റെ എൻജിൻ ഭാഗമാണത്. നിലവിൽ നമുക്ക് അതിൻ്റെ വണ്ടി കുറച്ച് നാളായിട്ട് കയറിയിരിക്കുകയായിരുന്നു. ഏകദേശം ജനുവരി മാസം വന്ന വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി പുകയുടെ പ്രശ്നം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് വീണ്ടും ഈ ഇടയ്ക്കാണ് പിന്നെ വണ്ടി കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ നിലവിൽ സംഭവിച്ച കേസ് എന്ന് വെച്ചാൽ വണ്ടി ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സ്റ്റാർട്ടായി വരും, അങ്ങനെ വണ്ടി ഓഫായി പോകും. പിന്നെ നല്ല രീതിയിൽ പുകയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻജിൻ കംപ്രഷൻ ലീക്കേജാണ് കാണിച്ചായിരുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻജിൻ്റെ ഭാഗം നമുക്ക് അഴിക്കാതെ മാർഗ്ഗമില്ലാത്തത് പരമാവധി നമ്മൾ പുറമേ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. ഒരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ എൻജിൻ ഹെഡ് നമ്മൾ ഇറക്കി, കാരണം അത് എങ്ങനെയായാലും നമുക്കതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ എൻജിൻ ഹെഡുമായി ബന്ധപ്പെട്ടാണ് പ്രോബ്ലം. ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗത്ത് കാരണം കംപ്രഷൻ ലീക്കായി പോവാം. ഒട്ടും കിക്കറിന് ബലമില്ലാത്തൊരവസ്ഥയിൽ വണ്ടി ഇങ്ങനെ താഴേക്ക് പോകുന്ന കണ്ടീഷനാണ്. കിക്കർ അടിച്ചാലും വെറുതെ ഫ്രീ ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാൽവിൻ്റെ സീറ്റിങ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ട്. വാൽവ് സീറ്റിങ് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ബോർ വന്ന ഭാഗത്ത് മൊത്തം തുരുമ്പിട്ടേക്കുന്ന ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വയ്ക്കുന്ന വണ്ടികളിൽ കോമൺ ആയിട്ട് വന്ന ഒരു പ്രോബ്ലമാണ് ഈ സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും വണ്ടി മഴയത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഈർപ്പം കാര്യങ്ങളൊക്കെ വരും. മെറ്റലാണല്ലോ, അതിന് തണുപ്പ് അനുസരിച്ച് വരുമ്പോൾ ഉള്ളിൽ ഈർപ്പമൊക്കെ വരും. ആ വന്നേക്കുന്ന ഭാഗം തുരുമ്പിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഇപ്പോൾ ചെയ്തു പോകാം. ഓൾറെഡി അതിക്ക് മുമ്പ് തന്നെ പുകയുണ്ട്, ചെറിയ രീതിയിൽ പുകയുടെ പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റുമ്പോൾ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വരും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കേസ് സിലിണ്ടർ ഒന്ന് ബോർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊണ്ടടക്കാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ നമുക്ക് മാറ്റാം, സിലിണ്ടർ തന്നെ യൂസ് ചെയ്യാം. സിലിണ്ടർ ലേറ്റി കൊടുത്തൊന്ന് ബോർ ചെയ്ത് കിട്ടും. അതങ്ങനെ മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ റിങ്സൊക്കെ പുതിയതായിരിക്കുകയും ചെയ്യും. എന്നാൽ കമ്പനി ആയിട്ടൊന്നും അല്ല, ഒറിജിനലൊന്നും ആയിരിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഉപയോഗിക്കണമെങ്കിലുള്ളൊരു കേസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സിലിണ്ടർ പഴയ തന്നെ യൂസ് ചെയ്യാം. പിസ്റ്റൺ റിങ്സ് പിസ്റ്റൺ പിൻ്റെ കാര്യങ്ങളൊക്കെ പുതിയത് നമുക്ക് ലേറ്റിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത് നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ കേസ് നോക്കാം. വാൽവിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഈ ഇൻലെറ്റ് വാൽവിൻ്റെ ഭാഗമൊക്കെ മൊത്തം തുരുമ്പട്ടേണ്ട ഒരവസ്ഥയാണ്. കാരണം ആ കാർബണിൻ്റെ പ്രോബ്ലംസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാൽവിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാര്യങ്ങൾ വരും. തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാൽവ് സീറ്റിങ് നഷ്ടപ്പെട്ടേക്കാണ്. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്യാതെ കൊണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്ത് വണ്ടി എൻജിൻ കംപ്രഷൻ അപ്പോൾ നോർമലാവും, സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കാം. അത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം വണ്ടി കയറ്റി ബാറ്ററിക്ക് ചാർജ് ചെയ്ത് 2023 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററിയുടെ കണ്ടീഷനും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ചാർജ് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് അടിക്കാൻ നോക്കി സെൽഫ് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും KTSക്ക് മോട്ടറിൻ്റെ ഭാഗം കൂടി അഴിച്ചു നോക്കി. മോട്ടർ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആർമേച്ചറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ്. അതായത് ആർമേച്ചറിൻ്റെ ഉള്ളിൽ തന്നെ കോയിലൊക്കെ ചാടി പുറത്തു വന്നൊക്കെ ഇവിടെ കട്ടായിട്ടൊക്കെ കിടക്കണം. ഈ ഒരു അവസ്ഥയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ മോട്ടർ ഒരു രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. മോട്ടർ മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയത് പറഞ്ഞ് എടുത്തിട്ട് റിപ്പയർ ചെയ്തൊക്കെ കയറ്റാം. പുതിയത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്നോളും, ക്ലിയറായിട്ടൊന്ന് ഉപയോഗിക്കാം. സെക്കൻഡ് ഏതെങ്കിലും ഒരെണ്ണം തപ്പിയെടുത്തൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ വണ്ടിയുടെ അവസ്ഥ അത്ര മോശമാണ്. അതിലേക്ക് പിന്നെ ഒരുപാട് പൈസ മുടക്കണതിൽ വലിയ കഥയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സജഷൻ പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ കംപ്ലയിൻറ്റ്സ് ഒന്നും മാറ്റി പുതിയത് വയ്ക്കാനാണ് പറയാറ്. അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം ഇത് അല്ലാതെ കൊണ്ട് വേറെ നമുക്കിത് കൊണ്ടടക്കൽ നടക്കില്ല എന്തെങ്കിലും. ഇനിയിപ്പോൾ മോട്ടറിൻ്റെ കേസായാലും നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റ് വരും. കാരണം 2023 ബാറ്ററിയെങ്കിലും ബാറ്ററി ഇപ്പോൾ ചാർജ് 5-8 മാസത്തോളം വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ബാറ്ററിക്കും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ. അതുകൊണ്ടാണ് വണ്ടി ഡിലേ വന്നതിൻ്റെ മെയിൻ റീസൺ. കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കയറ്റി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നോക്കാൻ പറ്റാം. കാരണം ഷെഡ്യൂൾ ചെയ്ത് കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൻ്റെ കേസൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് അതനുസരിച്ച് പറയാം. ഇനി അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമ്മൾ എങ്ങനെ ചെയ്താലും പുക മാറില്ല, പുകയുണ്ടാവും. എന്തെങ്കിലും വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്. അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. മോട്ടറിൻ്റെ കേസ് എന്തെങ്കിലും സെക്കൻഡ് ഏതെങ്കിലും പഴയത് കിട്ടുമെന്നുള്ള ദിവസം ഞാൻ തപ്പി നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തൽക്കാലം റിപ്പയർ ചെയ്ത് കയറ്റാം. പുതിയതിന് ഏകദേശം 2000 രൂപ നമുക്ക് ചിലവ് അതിന് മാത്രമുണ്ട്, മോട്ടറിന് മാത്രമുണ്ട്. അപ്പം മോട്ടർ റെഡിയാക്കി വെച്ചാലും ബാറ്ററിയുടെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാറ്ററിക്ക് പറഞ്ഞ പോലെ വലിയ താമസിച്ചാണ്ട് ബാറ്ററിയും പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കാനായിട്ട്. എന്തായാലും നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിലിപ്പോൾ അഴിച്ച് സ്വാഭാവികമായിട്ട് വീണ്ടും പെൻഡിങ് ആയേക്കാണ്.
അപ്പോൾ ഇനി അടുത്ത ഷെഡ്യൂളിൽ വണ്ടി കയറുള്ളൂ. ലെയ്ത്തിലേക്ക് പോകണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും താമസം വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയട്ടോ, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം.